ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് വേൾഡിലെ തന്നെ ഏറ്റവും വലിയ ഫിലിം സിറ്റി ആയിട്ടുള്ള ഹൈദരാബാദിലുള്ള രാമോജി റാവു ഫിലിം സിറ്റിയിലാണ്. ഇവിടെ ഒരാൾക്ക് എൻട്രി ഫീസ് വരുന്നത് 1450 രൂപ പ്ലസ് GST ആണ്. കുട്ടികൾക്കാണെങ്കിൽ 33 ഇഞ്ച് തൊട്ട് 54 ഇഞ്ച് വരെയുള്ള കുട്ടികൾക്ക്, അതായത് 85 സെൻറ്റിമീറ്റർ തൊട്ട് 140 സെൻറ്റിമീറ്റർ വരെയുള്ള കുട്ടികൾക്ക് 1250 രൂപ പ്ലസ് GST ആണ് വരുന്നത്. 33 ഇഞ്ചിന് താഴെയുള്ള കുട്ടികൾക്ക് ടിക്കറ്റ് ഫ്രീ ആണ്. ഇവിടുത്തെ എൻട്രൻസ് ഗേറ്റിൽ നിന്ന് നമ്മൾ രാമോജി ഫിലിം സിറ്റിയുടെ ഉള്ളിലേക്ക് വരുന്നത് ഈ കാണുന്ന ഈ ബസ്സിലാണ്. ഒരു 2-3 കിലോമീറ്ററോളം ഉള്ളിലേക്ക് പോകാനുണ്ട് നമുക്ക്. ഏകദേശം 2000 ഏക്കറോളം വ്യാപിച്ചു കിടക്കുന്ന ഒരു അടിപൊളി ഫിലിം സിറ്റിയാണ് നമ്മുടെ രാമോജി റാവു ഫിലിം സിറ്റി. ഇവിടെ ഒരുപാട് ഗാർഡൻസും ഫൗണ്ടെയിൻസും ഷൂട്ടിംഗ് ലൊക്കേഷൻസും അഡ്വഞ്ചർ ആക്ടിവിറ്റീസും പിന്നെ നമ്മുടെ സ്പെഷ്യൽ ബേർഡ്സിന് വേണ്ടിയുള്ള സ്ഥലങ്ങളും അങ്ങനെ ഒരുപാട് അടിപൊളി കാഴ്ചകൾ കാരണം വ്യാപിച്ചു കിടക്കുന്ന ഒരു വലിയ ഫിലിം സിറ്റിയാണ് നമ്മുടെ രാമോജി റാവു ഫിലിം സിറ്റി. 1996 തെലുങ്ക് ഫിലിം പ്രൊഡ്യൂസറായിട്ടുള്ള രാമോജി റാവു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയാണ് ആദ്യമായിട്ട് ഈ ഫിലിം സിറ്റി രൂപകൽപ്പന ചെയ്യുന്നത്. അതിനുശേഷം ഇവിടെ ഇപ്പോൾ ഏകദേശം ഓരോ വർഷവും 1.5 മില്യൺ ടൂറിസ്റ്റുകളാണ് ഇവിടെ എത്തുന്നത്. അങ്ങനെ നമ്മുടെ ഗിന്നസ് റെക്കോർഡിൽ വരെ ഇടം നേടിയിട്ടുള്ള, ആർക്കും വന്ന് ആസ്വദിക്കാൻ പറ്റുന്ന, പ്രായഭേദമന്യേ ആസ്വദിക്കാൻ പറ്റുന്ന ഒരു കിഡിലൻ വെക്കേഷൻ സ്പോട്ടാണ് നമ്മുടെ ഫിലിം സിറ്റി. രാവിലെ 9 മണിക്കാണ് ഇവിടുത്തെ എൻട്രി നമുക്ക് കയറാൻ പറ്റുക. ഇവിടെ മാക്സിമം നേരത്തെ വരുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ഓപ്പണിംഗ് സെറമണി ഒന്നും മിസ്സാവില്ല. പിന്നെ അതുമല്ലാതെ നമുക്ക് ഇവിടുത്തെ മാക്സിമം നമുക്ക് കാഴ്ചകൾ കണ്ടു തീർക്കാൻ നമുക്ക് സാധിക്കും. പക്ഷെ എന്നാലും നമുക്ക് ഇവിടുത്തെ മുഴുവൻ കാഴ്ചകൾ ഒറ്റ ദിവസം കൊണ്ട് കാണാൻ സാധിക്കില്ല. ഇവിടെ ഫിലിം ഷൂട്ടിംഗ് അല്ലാതെ ഇവിടെ ഒരുപാട് വെഡ്ഡിങ് ഫങ്ഷൻസും കോർപ്പറേറ്റ് ഈവൻറ്റ്സും ഒക്കെ നടക്കുന്ന ഒരു സ്ഥലമാണ് ഇവിടെ. ഈ കാണുന്നത് കണ്ടില്ലേ, ഇതാണ് നമ്മുടെ മുഗൾ ഗാർഡൻസിൻ്റെ മോഡലിൽ ഉണ്ടാക്കിയ ഒരു സ്പോട്ടാണിത്. അതിൻ്റെ ഉള്ളിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ഇതൊരു മൈസൂരിലെ വൃന്ദാവൻ ഗാർഡൻ പോലെ തോന്നും. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനൊരു 2-in-1 ഗാർഡൻ എന്ന് പറയാം. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ നേരെ ചെല്ലുന്നത് നമ്മുടെ സ്റ്റാർട്ടിംഗ് പോയിന്റിലാണ്. ഇതാണ് യുറേക്ക പോയിന്റ്. ഇവിടെയാണ് നമ്മുടെ ഓപ്പണിംഗ് സെറമണിയും പിന്നെ വൈകുന്നേരത്തെ ക്ലോസിംഗ് സെറമണിയും ഒക്കെ നടക്കുന്നത്. ഇതാണ് ഇവിടുത്തെ ഒരു മെയിൻ ലൊക്കേഷൻ, മെയിൻ സെന്റർ ആണ് ഇത്. നമ്മുടെ യുറേക്ക പോയിന്റ് എന്നാണ് ഇതിന്റെ പേര്. ഇവിടെ എത്തി നമ്മുടെ ബസ് നിർത്തി നമുക്ക് ഇവിടെ ഇറങ്ങാം. പിന്നെ നമുക്ക് ഒരു പ്രീമിയം ടിക്കറ്റും ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. അതിൽ വേണമെങ്കിൽ നമുക്ക് AC ബസ്സും കിട്ടും, പിന്നെ നമുക്ക് ലഞ്ചും എല്ലാം ഫ്രീ ആയിട്ട് കിട്ടും. നമ്മൾ നോർമൽ ബസ്സാണ് എടുത്തത്. യുറേക്ക പോയിന്റിൽ ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻസ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അതെന്തൊക്കെയാന്ന് നമുക്ക് നോക്കാം. ഭാഗവതം സെറ്റ്, ബാഹുബലി സെറ്റ്, രാമോജി അഡ്വഞ്ചർ, സാഹസ് എന്ന പേരിലുള്ള രാമോജി അഡ്വഞ്ചർ, യൂറോപ്യൻ സ്ട്രീറ്റ്, ഹവാ മഹൽ, അസ്കാരി ഗാർഡൻ, പിന്നെ രാമോജി മൂവി മാജിക്. ഇതൊക്കെയാണ് ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻസ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുക. അങ്ങനെ നമ്മൾ ഇവിടെ വന്നിട്ട് ഇവിടെ ഇറങ്ങി. അപ്പോൾ നമുക്ക് കോംപ്ലിമെന്ററി ആയിട്ടുള്ള ഒരു റൈഡ് ഉണ്ടായിരുന്നു, അതിൽ കയറാമെന്ന് വിചാരിച്ചു. കാരണം ഓപ്പണിംഗ് സെറമണി 9:45 സ്റ്റാർട്ട് ചെയ്യുക. നമ്മൾ കുറച്ച് നേരത്തെയാണ് എത്തിയിട്ടുള്ളത്. അതുകൊണ്ട് നമ്മൾ ഒരു കോംപ്ലിമെന്ററി കിട്ടിയ ഒരു റൈഡിൽ നമ്മൾ ആദ്യമായിട്ട് കയറി. ഓപ്പണിംഗ് സെറമണി അഥവാ വെൽക്കം സെറമണി എന്നൊക്കെ പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ മെയിനായിട്ട് ഇതൊരു ഡാൻസ് ആണ്. നമുക്ക് 3 പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു. ആദ്യത്തെ 2 എണ്ണം ഡാൻസും പിന്നെ ഒരു ആക്ഷൻ പ്രോഗ്രാമും ആയിരുന്നു. ഓപ്പണിംഗ് സെറമണിയിൽ ഓപ്പൺ ചെയ്ത ആ ഡോറിൻ്റെ ഉള്ളിലൂടെയാണ് നമ്മൾ അകത്തേക്ക് കിടക്കുന്നത്. എന്നിട്ട് നമ്മൾ നേരെ ചെന്നത് വീണ്ടും ഒരു ഡാൻസിലേക്കാണ്. അതൊരു ഇന്ത്യ യൂണിറ്റി ബേസ്ഡ് തീമിലുള്ള ഒരു ഡാൻസ് ആയിരുന്നു. പിന്നെ ഇവിടെ ഒടുക്കത്തെ വെയിലായിരുന്നു കേട്ടോ. നമ്മൾ കയ്യിൽ വല്ല ക്യാപ്പോ അങ്ങനെ എന്തെങ്കിലും വെക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്.
അങ്ങനെ വെൽക്കം സെറമണിയിലെ പ്രോഗ്രാംസ് എല്ലാം കഴിഞ്ഞ് നമ്മൾ നേരെ ഒരു ബസ്സിൽ കയറി. ഒരു ലണ്ടൻ മോഡൽ ബസ്സായിരുന്നു കേട്ടോ, നല്ല ക്യൂട്ടായ ഒരു ബസ്. ആ ബസ്സിൽ കയറി നമ്മൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടി ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ നമ്മുടെ ഒരു ഗൈഡ് ഉണ്ടാവും, നന്നായി എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതായിരുന്നു ഞങ്ങളുടെ ഗൈഡ്. ഇത് നമ്മളിപ്പോൾ കാണുന്നത് ചന്ദ്രമുഖി സിനിമയിലെ വെങ്കിട്ടാപുരം പാലസ് ആണ്. മലയാള സിനിമ 2020-ലും മല്ലു സിംഗിലും ഈ ലൊക്കേഷൻ കാണിക്കുന്നുണ്ട്. ഇതൊരു മൾട്ടി പർപ്പസ് ബിൽഡിംഗ് ആയിട്ടാണ് പറയുന്നത്, കാരണം ഹൈക്കോർട്ടായിട്ടും സുപ്രീം കോർട്ടായിട്ടും ഒക്കെ ഇത് യൂസ് ചെയ്യുന്നുണ്ട്. സിംഗൻ 2 സിനിമയിലെ സുപ്രീം കോർട്ടായിരുന്നു ഈ കാണുന്നത്. ഇതായിരുന്നു ഞങ്ങളുടെ ഗൈഡ്. നല്ല കോമഡി ആയിട്ട് കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ച് തരുന്ന ഒരു അടിപൊളി ഗൈഡായിരുന്നു ഞങ്ങൾക്ക് കിട്ടിയത്. ഇവിടുത്തെ ഒരുവിധ എല്ലാ ഗൈഡുകളും ഇംഗ്ലീഷ്, ഹിന്ദി, തെലുങ്ക് മൂന്നും നന്നായി സംസാരിക്കുന്ന, നന്നായി കൈകാര്യം ചെയ്യുന്ന ആളുകളാണ് കേട്ടോ. പിന്നെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന സൗത്ത് ഇന്ത്യൻ വില്ലേജ് ലൊക്കേഷൻസ്, വില്ലേജും പിന്നെ മാർക്കറ്റ് ലൊക്കേഷൻസ് ഒക്കെ ഷൂട്ട് ചെയ്യുന്നത് ഇതുപോലത്തെ സ്ഥലത്താണ്. ഇതൊക്കെ പ്ലാസ്റ്റർ ഓഫ് പാരീസ് കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇവിടുത്തെ ഒരു 90% ബിൽഡിങ്ങുകളും പ്ലാസ്റ്റർ ഓഫ് പാരീസ് കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ ഓരോ സിനിമയുടെ ആർട്ട് ഡയറക്ടറുടെ ഒരു ഐഡിയ അനുസരിച്ച് ഓരോ ലൊക്കേഷൻ അവർ മോഡിഫൈ ചെയ്യാറുണ്ട്. അങ്ങനെ അവിടെ സിനിമ ഷൂട്ട് ചെയ്യുന്ന ടൈമിൽ ഇവിടേക്ക് ടൂറിസ്റ്റുകളെ, ആ ഒരു സ്പോട്ടിലേക്ക് മാത്രം ടൂറിസ്റ്റുകളെ കടത്തിവിടില്ല. നമ്മുടെ CAD മൂസ, മീശ മാധവൻ ആ സിനിമയിലൊക്കെ കാണുന്ന ലൊക്കേഷൻസ് ആണ് ഇപ്പോൾ ഈ കാണുന്നത്. പിന്നെ അതുപോലെ നമ്മുടെ സൗത്ത് ഇന്ത്യൻ വേറെ മറ്റു സ്ഥലങ്ങളിലൊക്കെ സിനിമയിലൊക്കെ ഉള്ള ലൊക്കേഷൻസ് ആണിത്. ഏകദേശം 3000-ൽ കൂടുതൽ സിനിമകൾ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ തന്നെ നമ്മുടെ മലയാളം മൂവി, ഇവിടെ ആദ്യമായിട്ട് ഷൂട്ട് ചെയ്ത മലയാളം മൂവി ആയിരുന്നു സുരേഷ് ഗോപിയുടെ പത്രം എന്ന് പറഞ്ഞ മൂവി. ഇപ്പൊ നമ്മൾ ഈ കാണുന്നതാണ് നമ്മുടെ ഒരു താജ്മഹലിന്റെ ഒരു ചെറിയ മോഡലാണ് ഈ കാണുന്നത്. തൊട്ടപ്പുറത്താണ് നമ്മുടെ ബോംബെ സ്ട്രീറ്റും ഒക്കെ കാണിക്കുന്ന ഒരു സ്ഥലം ഇതിന്റെ തൊട്ടപ്പുറത്തുണ്ട്. പിന്നെ ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് നായകന്റെയും വില്ലന്റെയും ഒക്കെ വീടുകൾ വരിക എന്ന് നമ്മുടെ ഗൈഡ് പറയുന്നുണ്ടായിരുന്നു. അതുപോലെ നമ്മുടെ ക്രിഷ് 3 മൂവിയിലെ ഒരുപാട് ഭാഗങ്ങൾ ഇവിടെയാണ് ഷൂട്ട് ചെയ്തത്. പിന്നെ ഇവിടെ നമ്മുടെ ഒരു ലൈം ലൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോർപ്പറേറ്റ് ഈവൻസ് ഒക്കെ നടക്കുന്ന ഒരു ഗാർഡൻ ഉണ്ട്. അവിടെയാണ് നമ്മുടെ റോക്ക് സ്റ്റാർ മൂവിയിലെ സോങ്സ് ഒക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ളത്. അതൊക്കെ വഴിയെ വരുമ്പോൾ ഞാൻ പറഞ്ഞു തരാം. ഇത് ഞാൻ 2 പാർട്ടായിട്ടാണ് ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. ഇത് നമ്മുടെ ഫസ്റ്റ് പാർട്ടിലുള്ള കാര്യങ്ങളൊക്കെയാണ്. നമ്മുടെ ബാഹുബലി സെറ്റൊക്കെ ഫസ്റ്റ് പാർട്ടിലാണ് വരുന്നത്. ഈ കാണുന്നതാണ് നമ്മുടെ ചരിസ്മ ഗാർഡൻ എന്നാണ് ഇതിന്റെ പേര്. പിന്നെ ഇവിടെ തന്നെ കാണുന്ന ഈ ഒരു ഗാർഡൻ ആണ് ഇവിടെ ഉലാല ഉലാല സോങ് ഷൂട്ട് ചെയ്തതും പിന്നെ നമ്മുടെ ഡാർലിംഗ് ഡാർലിംഗ് മൂവിയിലെ ഷൂട്ട് ചെയ്തതും പാട്ടുകളൊക്കെ ഷൂട്ട് ചെയ്ത ഒരു സ്ഥലം. ലെഗ് ഗാർഡൻ എന്നും ഇത് അറിയപ്പെടുന്നുണ്ട്. ഈ കാണുന്നതാണ് സിംഗം 2 മൂവിയിലെ സൂര്യയുടെ പോലീസ് സ്റ്റേഷനായിട്ട് കാണിക്കുന്നത്. പിന്നെ നമ്മുടെ ഫേമസ് ആയിട്ടുള്ള പുഷ്പ മൂവിയുടെ ഒരുപാട് സീനുകൾ ഷൂട്ട് ചെയ്തത് ഇവിടെയാണ്. രക്തചന്ദന മരങ്ങളൊക്കെ നമുക്ക് സാധാ തെർമോകോൾ അല്ലെങ്കിൽ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വെച്ചുണ്ടാക്കിയ അഡ്ജസ്റ്റ്മെന്റിൽ ഉണ്ടാക്കിയ മരങ്ങളാണ് എന്നാണ് നമ്മുടെ ഗൈഡ് പറഞ്ഞത്. അതുപോലെ ഇവിടെ നമ്മൾ കുറച്ച് ലോറികളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ പുഷ്പ മൂവിയിലെ ലോറികളാണെന്നാണ് നമ്മുടെ ഗൈഡ് പറഞ്ഞത്. പിന്നെ ചെന്നൈ എക്സ്പ്രസ് മൂവി ഒരുപാട് ഭാഗങ്ങൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഇവിടെയാണ്. നമ്മുടെ ദീപിക പദുക്കോണിന്റെ മീനമ്മാസ് വില്ലേജ് ആണ് ഈ കാണുന്ന ഇതൊക്കെ. ഈ കാണുന്നതാണ് ജയിൽ ലൊക്കേഷൻ. ജയിൽ ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഇതാണ് യൂസ് ചെയ്യുന്നത്. നമ്മുടെ CAD മൂസയിലെ ആ ജയിലൊക്കെ ഇവിടെയായിരുന്നു. ഇവിടെ എന്തോ ഷൂട്ടിംഗ്, കന്നഡ മൂവിയുടെ ഷൂട്ടിംഗ് നടക്കുന്ന കാരണം നമുക്ക് ഇങ്ങോട്ട് എൻട്രി ഉണ്ടായിരുന്നില്ല. പിന്നെ ഇവിടെ തൊട്ടടുത്ത് തന്നെ നമ്മുടെ ഐറ്റം സോങ്സ് ഒക്കെ ഷൂട്ട് ചെയ്യുന്ന ഒരു ലൊക്കേഷൻ കണ്ടു. അവിടെ നമ്മുടെ ആണ്ടവ മാവ അങ്ങനെ ഒരുപാട് ഐറ്റം സോങ്സ് ഒക്കെ ഷൂട്ട് ചെയ്ത ഒരു സ്ഥലം ഈ ജയിലിന്റെ തൊട്ടടുത്ത് തന്നെയാണ്. നമുക്ക് കാണാൻ കഴിഞ്ഞില്ല, ഉള്ളിലേക്ക് കയറാൻ കഴിഞ്ഞില്ല. അങ്ങനെ നമ്മുടെ ആദ്യത്തെ ഡെസ്റ്റിനേഷനിൽ നമ്മൾ ഇറങ്ങിയിരിക്കുകയാണ്. ഇതാണ് ഭാഗവതം സെറ്റ്. സീരിയലിലെ രാമായണം
പിന്നെ അങ്ങനത്തെ റിലേറ്റഡ് ആയിട്ടുള്ള മഹാഭാരതം, രാമായണം അങ്ങനത്തെ സീരിയലിലൊക്കെ ഈ ലൊക്കേഷനാണ് ഉപയോഗിക്കുന്നത്. ഇവിടെ ഒരു വർക്കിംഗ് മോഡൽ വെച്ചിട്ടുണ്ടായിരുന്നു, നമുക്ക് ഓരോ കഥാപാത്രങ്ങളുടെ മോഡൽ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങോട്ടൊന്നും നമുക്ക് എൻട്രി ഉണ്ടായിരുന്നില്ല, നമുക്ക് ദൂരെ നിന്ന് കാണാൻ പറ്റുന്ന ഒരു കാഴ്ച മാത്രമേ നമുക്ക് ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ നമ്മുടെ ഏറ്റവും കൂടുതൽ കാത്തിരുന്ന നമ്മുടെ ലൊക്കേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. നമ്മുടെ സെക്കൻഡ് ഡെസ്റ്റിനേഷനായിട്ട് നമ്മൾ എത്തിയതാണ് നമ്മുടെ ബാഹുബലി സെറ്റ്. ഏകദേശം 600 ദിവസത്തോളം നീണ്ടു നിന്നിട്ട് ബാഹുബലി 1 and 2 ഇവിടെ ഷൂട്ട് ചെയ്ത്, ബാഹുബലിയുടെ ഒരു 95% ഷൂട്ട് ചെയ്തത് ഈ രാമോജി ഫിലിം സിറ്റിയിലായിരുന്നു. അവിടെ നമുക്കെല്ലാവർക്കും അറിയാം, അവിടുത്തെ ബാഹുബലി സെറ്റാണിത്. അത് പൊളിക്കാതെ വെച്ചിരിക്കുകയാണ്, നമ്മുടെ ടൂറിസ്റ്റുകൾക്കൊക്കെ കാണാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറി. ഇതിൻ്റെ പുറത്തായിട്ട് തന്നെ മഹിഷ്മതി കൊട്ടാരത്തിൻ്റെ ഒരു മിനിയേച്ചറൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ കൊട്ടാരത്തിലേക്ക് നമ്മൾ ആ കിങ്ഡത്തിലേക്ക് നമ്മൾ കടന്നു. അവിടെ എൻട്രൻസ് തന്നെ 2 വലിയ ആനകളൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ഈ കാണുന്ന പോലെയല്ല കേട്ടോ, ശരിക്കും ഭയങ്കര വെയിലായിരുന്നു, നമുക്ക് സഹിക്കാൻ പറ്റാത്ത വെയിലായിരുന്നു ഇതിൻ്റെ ഉള്ളിലൊക്കെ. നമുക്ക് നല്ല അടിപൊളി ഫോട്ടോസൊക്കെ കിട്ടുന്ന നല്ല സീനറി ഒക്കെ ഉണ്ടായിരുന്നു ഇവിടെ. പക്ഷെ നമുക്ക് ഫോട്ടോ എടുക്കാൻ നിൽക്കുമ്പോൾ നമുക്ക് വെയിൽ കാരണം തലവേദനിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ ഞങ്ങൾ മാക്സിമം ഒക്കെ വീഡിയോയും ഫോട്ടോയും ഒക്കെ എടുക്കാൻ ഞങ്ങൾ ശ്രമിച്ചു. ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് പല രീതിയിലുള്ള നമുക്ക് ആ സിനിമ ഓർമ്മ വരുന്ന രീതിയിലുള്ള പല സ്ഥലത്തും പല പല മോഡൽസ് ഇവർ വെച്ചിട്ടുണ്ടായിരുന്നു. അനുഷ്കയുടെ ദേവസേനയെ കെട്ടിയിട്ട സ്ഥലം, പിന്നെ നമ്മുടെ രാജമാത ഇരിക്കുന്ന സ്ഥലം, പിന്നെ കുതിരകൾ, അങ്ങനെ ഒരുപാട് നമുക്ക് ആ മൂവി ഇങ്ങനെ ഓർമ്മ വരുന്ന ഒരുപാട് സംഭവങ്ങളുണ്ടായിരുന്നു ഇതിൻ്റെ ഉള്ളിൽ. ഒരുപാട് ഉള്ളിലേക്ക് ഞങ്ങൾക്ക് പോകാൻ കഴിഞ്ഞില്ല, കാരണം വെയിൽ അത്രയും സഹിക്കാത്ത പോലെ തോന്നിയിരുന്നു ഞങ്ങൾക്ക്. അതുകൊണ്ട് ഞങ്ങൾ അതിൻ്റെ ചുറ്റുപാടൊക്കെ നടന്ന് മാക്സിമം എക്സ്പ്ലോർ ചെയ്തു. അവിടെ നമ്മുടെ ആ കാളൊക്കെ ഉണ്ടായിരുന്നു ബാഹുബലീൻ്റെ, അതിൻ്റെയൊക്കെ ഒരു മോഡൽ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ബാഹുബലീൻ്റെ രഥം, ഈ ദേവി, അങ്ങനെ ഒരുപാട് മോഡൽസ് ഇവിടെ ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ തൊട്ടടുത്ത് തന്നെ ആയിട്ട് ബാഹുബലി റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവമുണ്ട്. ഞങ്ങൾ യൂട്യൂബ് വീഡിയോസൊക്കെ നോക്കിയപ്പോൾ അവിടെ ഒരു തീറ്റ മത്സരം അവിടെ നടക്കാറുണ്ടെന്നൊക്കെ കണ്ടിരുന്നു. പക്ഷെ ഞങ്ങൾ ഇവിടെ നിന്നല്ല ഫുഡ് കഴിച്ചത്, ഞങ്ങൾ വേറൊരു റെസ്റ്റോറൻറ്റിൽ നിന്നാണ് ഫുഡ് കഴിച്ചത്. ഇനി നമ്മുടെ യൂറോപ്യൻ സ്ട്രീറ്റ് എക്സ്പ്ലോർ ചെയ്യാനുണ്ട്. പിന്നെ ഇവിടുത്തെ എയർപോർട്ട്, റെയിൽവേ സ്റ്റേഷനിൽ ഞങ്ങൾ പോയില്ല കേട്ടോ, ഞങ്ങൾക്ക് അവിടെ പോകാൻ പറ്റിയില്ല. അത് നമ്മുടെ ഭാഗവതം സെറ്റിൻ്റെ അടുത്തായിരുന്നു. പിന്നെ നമ്മുടെ സ്പെഷ്യൽ ബേർഡ്സിൻ്റെ സ്ഥലം, പിന്നെ നമ്മുടെ ഒരു കേവ് ഉണ്ട്, കൃപാലു കേവ് ഉണ്ട്, അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ എൻ്റെ അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഇത്രയാണ് എൻ്റെ പാർട്ട് 1 വീഡിയോയിൽ ഉണ്ടായിരുന്നത്. ഇത് നമ്മുടെ ഇപ്പോൾ നമ്മൾ ബല്ലാൾ എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല, ബല്ലാൾ ദേവൻ്റെ ആ ഒരു പ്രതിമയുടെ അടുത്ത് കൂടെ നമ്മൾ എക്സിറ്റിലേക്ക് വന്നു. അവിടെ നല്ലൊരു ഗിഫ്റ്റ് ഷോപ്പൊക്കെ ഉണ്ടായിരുന്നു, അവിടെ നമുക്ക് വേണ്ടതൊക്കെ പർച്ചേസ് ചെയ്തിട്ട് പോവാം. അങ്ങനെ എൻ്റെ ഈ ചെറിയ വീഡിയോ ഞാൻ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. എല്ലാവരും പാർട്ട് 2 വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.